സുഡിയോന്റെ സമ്മർ റൺവേയിൽ പോയതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ക്ലിപ്സ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പക്ക എന്താ പറയുന്ന ഒരു ഓർഡർ ഒന്നുമില്ല. ഐ വോണ്ട് ബി ദ ഫേസ് ഓഫ് സുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ക്യാമ്പയിൻ സംഭവമല്ല, ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതല്ലാതെയാണ് എനിക്ക് ഈ വർക്ക് വന്നത്. ഞാൻ സുഡിയോന്റെ കൂടെ ഓൾറെഡി ഒരു ഓണം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ ത്രൂ ആണ് എനിക്ക് ഈ വർക്ക് വന്നത്. അപ്പോൾ വർക്ക് വന്നപ്പോൾ തന്നെ ഞാൻ യെസ് മൂളി. കാരണം എനിക്ക് റൺവേ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഒരു പ്രോപ്പർ റൺവേ ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റുഡിയോയും കൂടി ആകുമ്പോഴത്തേക്കും യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മോഡൽസിന് എല്ലാവരും അവർ ബുക്ക് ചെയ്തത് ഒരു 3 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. തേഴ്സ്ഡേ ആയിരുന്നു ഞങ്ങളുടെ ട്രയൽസ് ഡേ. ഫ്രൈഡേ ഞങ്ങൾക്ക് റെസ്റ്റ് ഡേ ആയിരുന്നു. സാറ്റർഡേ ആണ് ഞങ്ങളുടെ ഷോ ഉണ്ടായിരുന്ന ദിവസം. അപ്പം തേഴ്സ്ഡേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോയ്ക്ക് എന്ത് ഡ്രസ്സാണ് ഇടാൻ പോകുന്നത് ആ ഒരു ഗാർമെന്റ് നമ്മളെ കൊണ്ട് ഇടിയിച്ച് നമ്മുടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാക്കി നമ്മുടെ ആക്സസറീസ്, നമ്മുടെ ഫുഡ് വെയർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ന് എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത് ആ ഒരു സ്റ്റൈലിംഗ് എങ്ങനെയായിരിക്കും, ആ ഒരു പക്കാ സ്റ്റൈലിങ്ങിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കും. ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മളുടെ ഒരു നമ്മുടെ പേര് എഴുതിയ ഒരു സിപ്പ് ബാഗിലേക്ക് മാറ്റി വെക്കും. ട്രയൽസ് കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റുഡിയോ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ആ ഹാമ്പറിന്റെ ഉള്ളിൽ ഒരു ബാഗും ഒരു മിററും ഒരു വിഷറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നമുക്ക് സ്റ്റുഡിയോ തരും എന്നുള്ളത്. ഭയങ്കര അടിപൊളിയായിരുന്നു. അത് എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്ത് ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയെന്നുള്ളത്. അത് അവിടെ പോയി നിങ്ങൾ എന്തായാലും കാണണം. ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് റെസ്റ്റ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞങ്ങളുടെ ഷോയിന്റെ ദിവസം. അപ്പോൾ ആ ഷോയിന്റെ ദിവസത്തെ മോർണിംഗ്, ആ ദിവസം മോർണിംഗ് ഞാനെടുത്ത ക്ലിപ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മോർണിംഗിലായിരുന്നു ഞങ്ങൾക്ക് റിഹേഴ്സൽസും ഒരു വാക്കിന്റെ കൊറിയോഗ്രാഫിയൊക്കെ ഒരു മാം ഞങ്ങളെ വന്ന് പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചീത്ത കേട്ടു. കാരണം കുറെ പേര് സൈഡിൽ കൂടെയാണ് നടക്കുന്നത്, കുറെ പേരും കറക്റ്റ് നടക്ക് കൂടെ നടക്കുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് നടത്തിച്ച് പ്രോപ്പർ ആയതിനു ശേഷമാണ് ഞങ്ങളെ എല്ലാവരെയും മേക്കപ്പ് റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ റാമ്പിന്റെ കുറെ വീഡിയോസ് ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്, എങ്ങനെയാണ് സ്റ്റുഡിയോ അപ്രോച്ച് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടാണ് സ്റ്റുഡിയോ എന്നെ റീച്ച് ഔട്ട് ചെയ്തത്, എന്നിലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾക്കും മോഡലിംഗ് ആണ് നിങ്ങളുടെ ഒരു ഇഷ്ടം, നിങ്ങളുടെ ഒരു പാഷൻ മോഡലിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈല് വേണം, നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ വേണം. ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ തന്നെ ബ്രാൻഡ്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡ്സിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു 2-3 നിങ്ങളുടെ പോളറോയിഡ്സ് എടുത്ത് വെക്കുക, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് വെക്കുക, നിങ്ങളുടെ കാലിബർ കാണിക്കുന്ന രീതിയിലുള്ള ഷൂട്ട്സുകൾ ചെയ്യുക. അപ്പോൾ തന്നെ ബ്രാൻഡ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബാംഗ്ലൂർ കോർമംഗലയിലുള്ള ഒരു നെക്സസ് മാളിൻ്റെ പാർക്കിംഗ് ലോട്ടിലായിരുന്നു നമ്മളുടെ ഒരു ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പാർക്കിംഗ് ലോട്ട് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇവരൊരു സ്റ്റൈലിംഗ് റൂമും ആക്കി മേക്കപ്പ് റൂമും ആക്കി. മേക്കപ്പ് റൂം ഫുൾ AC ഒക്കെ ആയിരുന്നു. അവിടുത്തെ സ്റ്റൈലിംഗ് റൂമിലാണ് ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചു, നമ്മളുടെ മേക്കപ്പ് റെഫറൻസ്. ഈ സ്റ്റൈലിംഗ് റൂമിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത്, നമ്മളുടെ ചെരുപ്പ്, കമ്മൽ, വള, മാല, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതാണ് നമ്മളുടെ മേക്കപ്പ് റൂം. മേക്കപ്പ് റൂം ഞാൻ പറഞ്ഞ പോലെ ഫുൾ AC ആയിരുന്നു. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയധികം മോഡൽസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേസിൽ ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റും ഉണ്ടായിരുന്നു. ഈ ഒരു ചേച്ചിയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തത്. ചേച്ചിയുടെ പേര് എനിക്കറിയില്ല. ചേച്ചി ഒരു ഹിന്ദി നോർത്ത് ഒരു ചേച്ചിയാണ്. എനിക്ക് ഹിന്ദി വലിയ കാര്യമായിട്ട് പിടുത്തില്ല, ചേച്ചിക്ക് ഇംഗ്ലീഷും കാര്യമായിട്ട് പിടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അധികം കോൺവെർസേഷൻസ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ലുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എൻ്റെ ഹെയർ. എൻ്റെ ഹെയർ ആണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു കോയിലിംഗ് കേൾസ് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കയ്യിൽ എൻ്റെ മേക്കപ്പിൻ്റെ ക്ലിപ്സ് ഒന്നുമില്ല. നേരെ ഇനി നമ്മളുടെ റാമ്പ് വോക്ക്, ഇതാ വരുന്നു ഞാൻ. ഇതായിരുന്നു എൻ്റെ ഒരു വോക്ക്. ഞാനിങ്ങനെ എന്താ പറയുന്ന ഒരു ആഫ്രോ, ഒരു ബീച്ച് വൈബൊക്കെ ഉള്ളൊരു ലുക്കായിരുന്നു അവരെനിക്ക് വേണ്ടി ഡിസൈഡ് ചെയ്തത്. എൻ്റെ മേക്കപ്പ് വ്ളോഗൊന്നും എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ റീസൺ ഈസ് ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും ടൈമൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിൽ മുഴുകിയൊക്കെ ഇരിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ സുഡിയോ വ്ളോഗ്. ഇതുപോലെ അടുത്ത എന്തെങ്കിലും ഒരു വലിയ പ്രൊജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം. കാരണം എന്നാലേ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.